റിസർച്ചിങ് ദ പാസ്റ്റ് പേപ്പറിന്റെ മൊഡ്യൂൾ 4 എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു വീഡിയോ. ഇതിൽ തന്നെ എല്ലാ ടോപ്പിക്സും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിന് ശേഷം നമുക്ക് ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ച് അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മൊഡ്യൂൾ 4ന്റെ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൊഡ്യൂൾ 4ൽ വരുന്നത് റെഫറൻസിങ്ങിനെ കുറിച്ചാണ്. ഇതിനകത്ത് നമ്മൾ ബിബ്ലിയോഗ്രാഫി എന്താണെന്നുള്ളതും ഫുട് നോട്ട് എന്താണെന്നുള്ളതും പിന്നെ ഡോക്യുമെന്റേഷൻ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബിബ്ലിയോഗ്രാഫിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. MLA സ്റ്റൈല്, APA സ്റ്റൈല്, ചിക്കാഗോ സ്റ്റൈല്. ഇതൊക്കെ ഏകദേശം ഒരേ മീനിങ്ങിൽ തന്നെ വരുന്നതാണ്. പക്ഷെ ചില ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അവസാനം പറയുന്ന ഇൻഡെക്സ് എന്താന്നുള്ളതും ഗ്ലോസറി എന്താന്നുള്ളതും അപ്പൻഡെക്സ് എന്താന്നുള്ളതും ടേബിൾസ്, ചാർട്ട്സ്, മാപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് ഈ ലാസ്റ്റ് മൊഡ്യൂള്. ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ഫുട് നോട്ടും ബിബ്ലിയോഗ്രാഫിയൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഡോക്യുമെന്റേഷൻ എന്താന്ന് പറയാം. ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന റെഫറൻസിങ്ങിന്റെ ഒരു രീതിയാണ് ഡോക്യുമെന്റേഷൻ. അതായത് നമ്മൾ റെഫർ ചെയ്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പറയുന്നു. അത് പ്രൈമറി ഡേറ്റാസിൽ നിന്നാവാം അല്ലെങ്കിൽ സെക്കൻഡറി ഡേറ്റാസിൽ നിന്നാവാം. അപ്പൊ ഏതാണോ അത് വ്യക്തമായിട്ട് നമ്മൾ ഒരു അടിക്കുറിപ്പ് പോലെ എഴുതി തയ്യാറാക്കുന്നതിനെയാണ് നമ്മൾ ഇവിടെ ഡോക്യുമെന്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രസിദ്ധീകരിക്കപ്പെട്ട കൃതികളോ ജേർണലുകളോ വർത്തമാന പത്രങ്ങളിലോ ഇവയിലൊക്കെ തന്നെ നമുക്ക് ഡോക്യുമെന്റേഷൻ കാണാനായിട്ട് കഴിയും. സിമ്പിൾ വേർഡ്സിൽ ക്ലിയർ ആയിട്ട് ഒരു റിസർച്ചർ എഴുതി തയ്യാറാക്കുന്നതാണ് ഡോക്യുമെന്റേഷൻ. അപ്പോൾ ഡോക്യുമെന്റേഷനിൽ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് നരേറ്റീവും രണ്ടാമത്തേത് ഡയഗ്രമാറ്റിക്കുമാണ്. നരേറ്റീവ് എന്ന് പറയുന്നത് റിട്ടൺ അക്കൗണ്ട്സ് ആണ്. അതേപോലെ ഡയഗ്രമാറ്റിക് എന്ന് പറയുന്നത് ചാർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഡോക്യുമെന്റേഷൻ എന്ന് പറയുമ്പോൾ. സ്റ്റൈൽ മാനുവൽസിൽ പറയുന്നത് നമ്മളിവിടെ MLA സ്റ്റൈല്, APA സ്റ്റൈല്, ചിക്കാഗോ സ്റ്റൈൽ എന്നിങ്ങനെ കുറച്ച് സ്റ്റൈലുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ സ്റ്റൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ റെഫറൻസിന്, അതായത് ബിബ്ലിയോഗ്രാഫി തന്നെയാണത്. അപ്പോൾ റെഫറൻസിന് നമ്മൾ എഴുതി തയ്യാറാക്കുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിനെ കുറിച്ച് നമ്മൾ എവിടെ നിന്നാണോ റിസർച്ചിന് വേണ്ടിയിട്ട് കുറച്ച് ഡാറ്റാസ് കളക്ട് ചെയ്തു, ആ ഡാറ്റാസ് ഏതെങ്കിലും ആർട്ടിക്കിളിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്കിൽ നിന്നോ ആണെങ്കിൽ അത് എവിടെ നിന്നാണ് എന്താണെന്ന് വ്യക്തമായിട്ട് എഴുതി തയ്യാറാക്കുന്നതിനെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സ്റ്റൈൽ മാനുവൽസിൽ ആദ്യം പറയുന്നതാണ് MLA സ്റ്റൈലും APA സ്റ്റൈലും ചിക്കാഗോ സ്റ്റൈലും അല്ല. അപ്പോൾ ഇതിന് കുറച്ച് എലമെന്റ്സ് ഉണ്ട്. എലമെന്റ്സ് ഓഫ് റെഫറൻസ്. അപ്പോൾ ഇതിൽ ഓതേഴ്സ് നെയിം വരും, ആർട്ടിക്കിൾ നെയിം വരുന്നു, ജേർണൽ നെയിം വരുന്നു, അതിന്റെ ഇയർ, അതേപോലെ പേജ് നമ്പർ, ഇങ്ങനെയുള്ള വിവരങ്ങളാണ് ഇതിനകത്ത് പറയുക. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഏതൊരു ബുക്കിന്റെ ബാക്ക് സൈഡിൽ എടുത്താലും അതിന്റെ ബിബ്ലിയോഗ്രാഫി സെയിം ആ ഒരു കാര്യം തന്നെയാണെന്ന് പറയുന്നത്. അതിന് പക്ഷെ പ്രത്യേക സ്റ്റൈലുകളുണ്ട്, ചില ഫോർമാറ്റുകളുണ്ട്. ആ ഫോർമാറ്റുകളെ അതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്ത പറയുന്നത് MLA സ്റ്റൈലാണ്. MLA സ്റ്റൈലിന്റെ ഫുൾ ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. അതായത് ഇത് നമ്മൾ റെഫറൻസിങ്ങിന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബിബ്ലിയോഗ്രാഫിയിൽ ഉൾപ്പെടുത്തുന്ന ഒരു ഫോർമാറ്റ് ആണ് ഇതിൽ വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓതേഴ്സ് നെയിം വരുന്നു, ടൈറ്റിൽ ഓഫ് ആർട്ടിക്കിൾ വരുന്നു, നെയിം ഓഫ് ജേർണൽ വരുന്നു, വോളിയം, എത്രാമത്തെ വോളിയം ആണ് അത് എഴുതുന്നു, ഇയർ ഓഫ് പബ്ലിക്കേഷൻ, പിന്നെ പേജ് നമ്പർ, ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിലെ ഏതെങ്കിലും ഒരു പേജിൽ നിന്ന് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പേജ് നമ്പർ, മീഡിയം ഓഫ് പബ്ലിക്കേഷൻ, ഇപ്പൊ ഇംഗ്ലീഷ് ആണോ ഫ്രഞ്ച് ആണോ എന്നുള്ള കാര്യങ്ങൾ അവിടെ എഴുതുന്നു. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത വിവരങ്ങൾ അല്ലെങ്കിൽ ഇടയ്ക്ക് പരാമർശിക്കുന്ന വിവരം ആ ഭാഗം എവിടെ നിന്ന് കിട്ടിയ വിവരമാണ് എന്നുള്ള അല്ലെങ്കിൽ ഏറ്റവും ലളിതമായ സൂചിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു തീസിസിൽ ഒരു പേജിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ പ്രത്യേക ഭാഗങ്ങൾ പരാമർശിക്കുകയും ആ ഭാഗമുള്ള ബുക്ക്, അതിന്റെ ടൈറ്റില്, പേജ് നമ്പർ, പബ്ലിക്കേഷൻ എന്നിവ രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയാണ് MLA സ്റ്റൈൽ എന്ന് പറയുന്നത്. അടുത്തത് APA സ്റ്റൈലാണ്. APA സ്റ്റൈൽ എന്ന് പറയുന്നത് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു റെഫറൻസിങ് ഫോർമാറ്റ് ആണ് APA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതില് ഇവര് ഇയറിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഇയർ ഏറ്റവും സെക്കൻഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനിലാണ് ഇയർ വന്നിട്ടുള്ളത്. അതായത് ഓതേഴ്സ് നെയിം കഴിഞ്ഞിട്ട് അടുത്തത് ഇയർ ആണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ലാസ്റ്റ് നെയിമിനാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനീഷ്യൽ ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഈ ഫോർമാറ്റിൽ വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓതേഴ്സ് നെയിം വരുന്നു, ഫോളോഡ് ബൈ ഇറ്റ്സ് ഇനീഷ്യൽ, അതേപോലെ തന്നെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ, ആർട്ടിക്കിൾ ടൈറ്റിൽ ഫോളോയിങ് ബൈ ദ ഫുൾ ഫോം, അതേപോലെ തന്നെ നെയിം ഓഫ് ജേർണൽ, അത് ഇറ്റാലിക് ഫോമിലാണ് എഴുതുന്നത്, നമ്മൾ ചരിച്ചെഴുതുന്ന രീതിയിലാണ് എഴുതുന്നത്. അതേപോലെ തന്നെ വോളിയം ഇടുന്നത് കോമ ഇട്ടിട്ടാണ്. അതിനുശേഷം പേജ് നമ്പർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വരുന്നത്.
ഇതിനകത്തുള്ള ഓരോ കുത്തിനും കോമയ്ക്കും വരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇറ്റാലിക്കിൽ എഴുതാൻ പറഞ്ഞ് ഇറ്റാലിക്കിൽ തന്നെ എഴുതണം, ചരിച്ച് വേണം എഴുതാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് APA സ്റ്റൈലിൽ വരുന്നത്. ഇതും ഒരു റെഫറൻസിങ് രീതിയാണ്, ബിബ്ലിയോഗ്രഫിയിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അടുത്ത പറയുന്നത് ചിക്കാഗോ സ്റ്റൈലിനെ കുറിച്ചാണ്. അക്കാദമിക പഠനങ്ങളിൽ റിസർച്ചിൽ ഉപയോഗിക്കുന്ന രീതിയാണ് ചിക്കാഗോ സ്റ്റൈല്. ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലാണ് ഈ രീതി സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. 1906 ഈ രീതി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. 2 രീതിയിൽ നമ്മൾ ഈ ഒരു ചിക്കാഗോ സ്റ്റൈൽ ഉപയോഗിക്കുന്നുണ്ട്. ഫുഡ് നോട്ടായിട്ട് ഉപയോഗിക്കുന്നു, അതേപോലെ തന്നെ ബിബ്ലിയോഗ്രഫി ആയിട്ടും ഇത് നമ്മൾ കൊടുക്കാറുണ്ട്. ഒരു പേജിന്റെ താഴെ ആയിട്ടാണ് നമ്മൾ ഫുഡ് നോട്ട് കൊടുക്കുന്നത്. അത് ഈ ചിക്കാഗോ സ്റ്റൈലിൽ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഇതിന് 2 രീതികളുണ്ട്. ഫുൾ നോട്ടായിട്ടും ഷോർട്ട് നോട്ടായിട്ടും കൊടുക്കുന്നു. ഫുൾ നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ചിൽ നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഓഥറിന്റെ ഒരു ബുക്കിനെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കൊടുക്കാറുള്ളൂ. അതിനെയാണ് അത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഫുൾ നോട്ട് കൊടുക്കുക. അതേ സെയിം ആളുടെ അല്ലെങ്കിൽ ഓഥറിന്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബുക്കിൽ നിന്നുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിം ഷോർട്ടായിട്ട് കൊടുക്കും. അതായത് നമ്മളിവിടെ പേരിന്റെ സെക്കൻഡ് ലൈൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഏതാണോ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഏതാണോ ബുക്ക് അതിന്റെ പേര് കൊടുക്കുന്നു, അതിനുശേഷം പേജ് നമ്പറും മാത്രം കൊടുക്കുന്നു. അപ്പൊ ഇതാണ് ആ ഫുൾ നോട്ടും ഷോർട്ട് നോട്ടും എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ചിക്കാഗോ സ്റ്റൈലിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഫുട് നോട്ട് എന്ന് പറയുന്നത് അടിക്കുറിപ്പ്. നമ്മൾ ഡോക്യുമെന്റേഷൻ പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ റിസർച്ചറിന്റെ ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് ഫുട് നോട്ട് തയ്യാറാക്കുക എന്നുള്ളത്. ഒരു ചാപ്റ്ററിന്റെയോ അല്ലെങ്കിൽ ഒരു പേജിന്റെയോ അവസാനം നമ്മൾ എഴുതുന്ന ഒരു ചെറുതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് അല്ലെങ്കിൽ ഒരു അടിക്കുറിപ്പാണ് ഈ ഒരു ഫുട് നോട്ട് എന്ന് പറയുന്നത്. ആവശ്യമെങ്കിൽ ഒരു നിഗമനം, ഒരു കൺക്ലൂഷൻ ഇവയ്ക്ക് നൽകാവുന്നതാണ്. നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ ഏത് മെത്തേഡ് അല്ലെങ്കിൽ ഏത് രീതിയിലൂടെയാണ് നമ്മൾ കണ്ടെത്തിയത് എന്ന് നമുക്ക് ഈ ഒരു അടിക്കുറിപ്പിൽ സൂചിപ്പിക്കാം. കൂടാതെ കമന്റ്സുകൾ, കമ്പാരിറ്റീവ് സ്റ്റഡിയിലൂടെ ലഭ്യമായ വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. ചുരുക്കി വേണം ഈ ഒരു ഫുട് നോട്ട് തയ്യാറാക്കാൻ. അടിക്കുറിപ്പുകൾ തയ്യാറാക്കുമ്പോൾ വളരെ ശ്രദ്ധ ആവശ്യമാണ്. അതായത് അവ്യക്തതകൾ ഒഴിവാക്കി വേണം നമ്മൾ തയ്യാറാക്കാനായിട്ട്. വായനക്കാരന് ബുദ്ധിമുട്ടുകൾ കൂടാതെ ഉള്ളടക്കം മനസ്സിലാക്കാനായിട്ട് കഴിയണം. 5 തരത്തിലുള്ള ഫുട് നോട്ടുകളാണുള്ളത്. അതിൽ ഒന്നാമത്തേത് ഡോക്യുമെന്റേഷൻ ആണ്. വിവരങ്ങൾ നൽകുന്നതിന് എന്തിനെയാണ് ആശ്രയിച്ചത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഒന്നാമത്തെ രീതി, അതായത് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ചാപ്റ്ററിനെ റെഫർ ചെയ്യുന്ന രീതിയാണ് ഇത്. മൂന്നാമത്തത് പോയിന്റ്സുകൾ, എന്തെങ്കിലും പോയിന്റ്സുകൾ ഉണ്ടെങ്കിൽ ആ പോയിന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്ന രീതിയാണ് മൂന്നാമത്തേത്. നാലാമത്തത് തീസസിൽ ഉള്ള എഴുത്തുകാരുടെയോ അല്ലെങ്കിൽ വീക്ഷണങ്ങളെയോ ഒക്കെ തന്നെ കമന്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തുന്നതാണ് നാലാമത്തെ രീതി. അഞ്ചാമത്തെ രീതി വായനക്കാർക്ക് രസിക്കത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നതാണ് അഞ്ചാമത്തെ രീതി. അപ്പൊ വിവരങ്ങൾ ലഭിച്ച കൃതിയുടെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളോ അല്ലെങ്കിൽ തീയതി, പ്രസിദ്ധീകരിച്ച സ്ഥലം, കൃതിയുടെ പേര്, ഗ്രന്ഥകർത്താവിന്റെ പേര് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അടിക്കുറിപ്പിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. തന്റെ വിവരങ്ങൾ തന്നെ ആവർത്തിച്ച് മറ്റു ഭാഗങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പേജ് നമ്പറും നമുക്ക് ഈ ഒരു ഫുട് നോട്ടിൽ പറയാനായിട്ട് കഴിയും. അപ്പൊ ഇത്രയാണ് ഫുട് നോട്ട് എന്ന് പറയുന്നത്. ബിബ്ലിയോഗ്രഫി ഒരു ഗവേഷകനെ സംബന്ധിച്ചിടത്തോളം വിഷയം തെരഞ്ഞെടുത്തതിനു ശേഷം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയാണ് ഗ്രന്ഥസൂചിക തയ്യാറാക്കുക, അതായത് ബിബ്ലിയോഗ്രഫി തയ്യാറാക്കുക എന്നുള്ളത്. പ്രൈമറി, സെക്കൻഡറി സോഴ്സിൽ നിന്ന് വളരെ വിശദമായ ഗ്രന്ഥസൂചിക തയ്യാറാക്കണം. പ്രൈമറി സോഴ്സിൽ പ്രസിദ്ധീകരിക്കാത്ത ഒറിജിനൽ മെറ്റീരിയലുകൾ, സമകാലീന രേഖകൾ, ജേർണലുകൾ, ഔദ്യോഗിക കത്തിടപാടുകൾ, മിനിറ്റ്സുകൾ, നാണയങ്ങൾ, സ്മാരകങ്ങൾ, ആലേഖനങ്ങൾ, സാഹിത്യ സ്രോതസ്സുകൾ എന്നിങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ സെക്കൻഡറി സോഴ്സില് പുസ്തകങ്ങൾ, റെക്കോർഡുകൾ എന്നിവയുടെ വിവരങ്ങളാണ് നൽകുന്നത്. ടൈപ്സ് ഓഫ് ബിബ്ലിയോഗ്രഫിയിൽ അനലിറ്റിക്കൽ ബിബ്ലിയോഗ്രഫി, എന്യൂമറേറ്റീവ് ബിബ്ലിയോഗ്രഫി, അനോട്ടഡ് ബിബ്ലിയോഗ്രഫി. സോഴ്സ് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് അതിനെ അടിസ്ഥാനമാക്കിയാണ് ഇത്തരത്തിലുള്ള വേർതിരിവുകൾ വരുന്നത്. അനലിറ്റിക്കൽ ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത് ബുക്ക് സെല്ലേഴ്സിന്റെയോ പ്രിന്റേഴ്സിന്റെ വിവരങ്ങളാണ് ഇതിനകത്ത് നൽകുന്നത്. അനലിറ്റിക്കൽ ബിബ്ലിയോഗ്രഫിയെ 3ആയി തരംതിരിക്കുന്നു. ഒന്നാമത്തത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടും, രണ്ടാമത് ടെക്സ്റ്റൽ ബിബ്ലിയോഗ്രഫി, മൂന്നാമത്തത് ഹിസ്റ്റോറിക്കൽ ബിബ്ലിയോഗ്രഫി. ഡിസ്ക്രിപ്റ്റീവ് ബിബ്ലിയോഗ്രഫിയിൽ പറയുന്നത്
ബുക്സിന്റെ ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ചാണ്. ടെക്സ്റ്റൽ ബിബ്ലിയോഗ്രാഫിയുടെ പ്രത്യേകത ഇതില് ഓതറിന്റെ മറ്റേതെങ്കിലും പബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നു. അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ബിബ്ലിയോഗ്രാഫിയിൽ ഈ ഒരു റിസർച്ച് നടത്താനുള്ള കാരണത്തെക്കുറിച്ച് പറയുന്നു. അപ്പൊ ഇത്രയാണ് അനലിറ്റിക്കൽ ബിബ്ലിയോഗ്രാഫി എന്ന് പറയുന്നത്. അനോട്ടഡ് ബിബ്ലിയോഗ്രാഫി എന്ന് പറയുന്നത് വ്യക്തി ഏതൊക്കെ സോഴ്സ് സ്വീകരിച്ച് അത് ആൽഫബറ്റിക്സ് ഓർഡറിൽ ഏതൊക്കെ സോഴ്സുകൾ സ്വീകരിച്ച് ആ സോഴ്സിനെ ആൽഫബറ്റിക് ഓർഡറിലേക്ക് മാറ്റി വിശദീകരിക്കുന്നു. സോഴ്സ് സമ്മറൈസ് ചെയ്യുകയും ചെയ്യുന്നു. എന്യൂമറേറ്റീവ് ബിബ്ലിയോഗ്രാഫിയിൽ റിസർച്ചർ തന്റെ മെറ്റീരിയൽസിനെ പ്രത്യേക രീതിയിൽ, അതായത് ഇയറിന്റെയോ മറ്റോ രീതിയിൽ ഓർഡർ ചെയ്യുന്നതിനെയാണ് എന്യൂമറേറ്റീവ് ബിബ്ലിയോഗ്രാഫി എന്ന് പറയുന്നത്. അടുത്തത് ഇൻഡെക്സ്. ഇൻഡെക്സ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആൽഫബറ്റിക് ഓർഡറിലുള്ള ഒരു ലിസ്റ്റാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ റിസർച്ചുമായിട്ട് ബന്ധപ്പെടുത്തി റിസർച്ചുകളിലുള്ള പ്രത്യേകതരം പേരുകളോ പുതിയ കൺസെപ്റ്റുകളോ പുതിയ ടോപ്പിക്കുകളോ അക്ഷരമാല ക്രമത്തിൽ ആൽഫബറ്റിക് ഓർഡറിൽ ക്രമീകരിക്കുന്നതിനെയാണ് നമ്മൾ സൂചിക അല്ലെങ്കിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഗ്ലോസറി നമുക്കറിയാം, പദാവലി എന്ന് പറയുന്നു. തീസിസിൽ നമ്മൾ പുതുതായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പുതുതായി പരിചയപ്പെടുത്തുന്ന പദങ്ങളെ അക്ഷരമാല ക്രമത്തിൽ വിശദീകരിക്കുന്നതിനെയാണ് ഗ്ലോസറി എന്ന് പറയുന്നത്. അതേപോലെ അപ്പൻഡിക്സ് എന്ന് പറയുന്നത് മെറ്റീരിയൽ കളക്ട് ചെയ്ത നമ്മളെ മെറ്റീരിയലുകളും അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയോ ഒരു ഡ്രോയിങ്സിലൂടെയോ അല്ലെങ്കിൽ ഒരു ടേബിൾസിന്റെയും റോസിന്റെയും സഹായത്തോടു കൂടിയോ നമ്മൾ സമറൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. ടേബിൾസ് എന്നത് വിവരങ്ങളുടെയോ ഡാറ്റയുടെയോ ഒരു ക്രമീകരണമാണ്. സാധാരണയായി വരികളിലും നിരകളിലുമാണ് ഈ ഒരു രീതി ഉപയോഗിക്കാറ്, അതായത് റോസും കോളംസും. റിസർച്ചർ ഡാറ്റ വിശകലനം ചെയ്യുന്നതിൽ പട്ടികകൾ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. ചാർട്ട് എന്നത് റിസർച്ചർ കളക്ട് ചെയ്ത ഡാറ്റ വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ദൃശ്യവൽക്കരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ബാർ ചാർട്ട്, ലൈൻ ചാർട്ട്, പൈ ഡയഗ്രം ഇതൊക്കെയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. സംഖ്യാപരമായിട്ടുള്ള ഒരു വിശദീകരണമാണ് ഇത്. മാപ്പ്. ചരിത്ര പഠനത്തിന് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് മാപ്പ്. ഒരു പെർട്ടിക്കുലർ പ്ലേസിനെ കാണിക്കുന്നതിന് ഹിസ്റ്റോറിക്കൽ റിസർച്ചർ ഈ മാപ്പ് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കുന്നു. റിസർച്ചർ ചെയ്ത സ്ഥലത്തെ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന സ്ഥലത്തെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് കാണിക്കുന്നതിന് വളരെ ഉപകാരപ്രദമാണ് ഈ മാപ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് അപ്പോൾ നമ്മുടെ റിസർച്ച് ഇൻ ദ പാസ്റ്റ് എന്ന് പറയുന്ന പേപ്പറിനകത്തുള്ള പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്സുകൾ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത നമ്മൾ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് റിസർച്ച് ഇൻ ദ പാസ്റ്റ് പേപ്പറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ്. വീഡിയോ എല്ലാവരും മറക്കാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.